ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നാച്ചുറൽസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പവർ ബോളാണ്. ഇത് ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാനും ഹെയർ ഫോൾ കുറക്കാനും അയൺ കണ്ടൻറ്റ് കൂട്ടാനും സ്കിൻ ബ്രൈറ്റ് ആവാനൊക്കെ ഇത് നല്ലതാണ്. ഇതിനായി ബദാം, പിസ്ത, പീനട്ട്, കാഷ്യൂ, ഡേറ്റ്സ് എല്ലാം 50 ഗ്രാം വീതം എടുത്തു വെക്കാം. ഇനി സൺഫ്ലവർ സീഡ്, ഫ്ലാക്സ് സീഡ്, വൈറ്റ് സീസമ സീഡ്, വെളുത്ത എള്ള്, വാട്ടർമെലൺ സീഡ്, പംകിൻ സീഡ്, ചിയ സീഡ്, കരിഞ്ജീരകം ഇവയും 50 ഗ്രാം വീതം എടുത്തു വെക്കാം. ഇതൊക്കെ ഒന്ന് ചെറുതായി ഡ്രൈ റോസ്റ്റ് ചെയ്യണം. ആദ്യം നമുക്ക് നട്ട്സൊക്കെ ഇട്ട് കൊടുക്കാം. ചെറിയ തീയിൽ ഇതൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അധികം കരിഞ്ഞു പോകരുത്, ചെറിയ തീയിൽ വെച്ചാൽ മതി. ഇതിപ്പോൾ റോസ്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് സീഡൊക്കെ ഒന്ന് ഇതുപോലെ വറുത്തെടുക്കാം. ഇത് ചെറിയ കുട്ടികൾ മുതൽ ഏജായ ആൾക്കാർക്ക് വരെ നല്ലതാണ്. അവർക്ക് നല്ല ബ്ലഡൊക്കെ കൂടാനും സ്കിൻ ബ്രൈറ്റ് ആവാനും മുടി പൊയ്യാതിരിക്കാനും എല്ലാം നല്ലതാണ്. എല്ലാവർക്കും നല്ലതാണ്. നമുക്ക് ഇതൊക്കെ ഒന്ന് പൊടിച്ചെടുക്കാം. ആദ്യം നട്ട്സൊക്കെ ഇട്ട് പൊടിച്ചെടുക്കാം. അതിനുശേഷം സീഡൊക്കെ പൊടിച്ചെടുക്കാം. ഈത്തപ്പഴം പൊടിച്ചെടുക്കുന്നുണ്ട്. അതിൻ്റെ വീഡിയോ വിട്ടുപോയതാണ്. ഇതൊക്കെ ഇങ്ങനെ എല്ലാം കൂടി ഒന്നിച്ചാക്കി കുഴച്ച് ഉരുട്ടിയെടുക്കാം. ഉരുട്ടിയെടുക്കുന്നില്ലെങ്കിൽ ഇതുപോലെ ഒരു പാത്രത്തിൽ വെച്ചാലും മതി. അതിൽ നിന്നും ഓരോ സ്പൂൺ എടുത്ത് ഡെയിലി കഴിച്ചാൽ നല്ലതാണ്. അല്ലെങ്കിൽ ഇതുപോലെ ചെറുതായിട്ട് ഉരുട്ടി ഒരു പാത്രത്തിൽ എടുത്തു വെക്കാം. ഡെയിലി ഓരോ ബോളെടുത്ത് കഴിക്കാം. ഫ്രിഡ്ജിൽ വെക്കണം. പുറത്ത് വെച്ചാൽ ചിലപ്പോൾ പൂത്തു പോകും. ഇതിൽ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. മധുരത്തിനായിട്ട് ആ ഈത്തപ്പഴം മാത്രമേ ഉള്ളൂ. വേറെ പഞ്ചസാരയൊന്നും കൂട്ടണ്ട. ഇത് തന്നെ മതിയാവും. ഇതുപോലെ ഉരുട്ടിയെടുക്കാം. ഇതെല്ലാം ഉരുട്ടിയെടുത്തിട്ടുണ്ട്. നമുക്കിത് ഡെയിലി ഓരോന്ന് വെച്ച് കഴിക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.